ഹലോ അസ്സലാമു അലൈക്കും. കുറച്ചായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല. ഞാനിപ്പോൾ തറവാട്ടിലാണുള്ളത്, അതായത് ഉമ്മയുടെ വീട്ടിലാണുള്ളത്. അപ്പോൾ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാറില്ല, ഇടാറില്ല. 14ാമത്തെ നോമ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇവിടെ വന്നാലുള്ള എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ് ഞാൻ അതിൽ കാണിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ വന്ന ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാനൊന്നുമില്ല. എന്നാലും അടിക്കൽ തുടക്കൽ എന്നുള്ള ഡ്യൂട്ടികളാണ് ഞാൻ ഏറ്റെടുക്കാറ്. അതാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ നമുക്കൊണ്ടങ്ങനെ ചെയ്യിപ്പിക്കാറില്ലാത്ത കാരണം എന്നാലും നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാണ് കേട്ടോ, അത് വേറെ കാര്യം. അവരമ്മനെ സഹായിക്കാൻ ഇപ്പം നമുക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ. ഇവിടെ എന്ന് പറയുന്നത് ഒരു തനി നാട്ടുംപുറം അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഒരു പോക്കറ്റ് റോഡ്, അതിൻ്റെ ഉള്ളിൽ ഒരു തനി നാട്ടിൻപുറം എന്നൊക്കെ പറയാം. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവിടെ വന്നാൽ, ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. മോനക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളായാലും കൂട്ടുകാരായാലും അങ്ങനെ സംസാരിക്കാൻ എടുത്തെടുത്ത് ആൾക്കാരുള്ള കാരണം നല്ലൊരു വൈബാട്ടോ അവിടെ. പിന്നെ നമ്മൾ ചെറുപ്പം മുതലേ നിന്ന സ്ഥലമാണ്, അപ്പോൾ നമുക്കൊന്നും കൂടി ഇഷ്ടം കൂടുമല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്നറിയാം, നോമ്പിനാണ് കൂടുതൽ പണിയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നോമ്പിന് നമ്മൾ സാധാ നോർമൽ ദിവസത്തേനേക്കാളും സാധനങ്ങൾ ഉണ്ടാക്കാനും ഇതാക്കാനും ഒക്കെ നോമ്പിന് കുറച്ച് കൂടുതലാണല്ലോ. പിന്നെ ഞങ്ങൾക്ക് നോമ്പായാലും മക്കളുള്ള ആൾക്കാർക്കാണെങ്കിൽ ഭക്ഷണം മക്കൾക്ക് രാവിലെയും ഉച്ചക്കും ഒക്കെ ഉണ്ടാക്കണമല്ലോ. പിന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം പത്തിരി നമുക്ക് വീണ്ടും കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ പിന്നെ നമ്മൾ ആദ്യം മുതൽക്ക് തന്നെ ചെയ്യണം. അപ്പം നോമ്പിനാണ് കൂടുതൽ പണി എന്നൊക്കെ എനിക്ക് തോന്നും കേട്ടോ. നിങ്ങളെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ അതൊക്കെ കണ്ട് കഴുകി വെച്ച് പിന്നെ തുടച്ച് വൃത്തിയാക്കി കണ്ടിട്ട് ഞാൻ ഓനെയും കൂട്ടിങ്ങാണ്ട് പിന്നെ കിടക്കാൻ പോവുകട്ടെ ചെയ്തത്. അപ്പോഴത്തേന് ഞാനവിടെ പാത്രം കഴുകുമ്പോഴത്തേന് ഓനെ വെണ്ണൂറ് മാന്തലും പിന്നെ ഓൻ്റെ JCB അതിലെടുത്തിടലും ഞാൻ തുടച്ചു കൊടുത്ത് വീണ്ടും കച്ചറ പരത്തലും അങ്ങനെയൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാൻ മറന്നു പോകും, ഞാനിന്ന് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്നുള്ളതും പിന്നെ മറന്നു പോകും. പിന്നെ ഓർമ്മ വരുമ്പോൾ പിന്നെ എടുക്കും വീഡിയോ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി നോമ്പുത്തറ നടത്തുന്നുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഇനി പോവാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നോമ്പുത്തറ ഒക്കെ കഴിയാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ പയറുപ്പേരി ഉണ്ടാക്കാം. എനിക്ക് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഈ കണ്ടതുണ്ട് അതിൻ്റെ സെൽഫി സ്റ്റിക്കാണ്, അത് ഒടിഞ്ഞ് ഒരു വിധയിക്കണം, അതിന് ശരിയാക്കണം. അപ്പോഴത്തേനും ഉമ്മ തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു വീഡിയോക്ക് വേണ്ടിയിട്ടൊന്ന് ഇളക്കിയത്. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി കണ്ട് ഇമ്മ എന്നോട് ഉള്ളി വാട്ടിയത് ഇങ്ങനെ ഇളക്കാൻ പറഞ്ഞിരുന്നു. വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് രക്ഷിച്ചപ്പോഴത്തേന് ഉള്ളിയൊക്കെ കരിഞ്ഞു പോയിക്കണ്, കരിച്ചിരട്ട ചിക്കൻ കറിത്തെ ഉള്ളിയൊക്കെ കരിഞ്ഞു പോയി. പിന്നെ അമ്മ ഉണ്ടാക്കുന്നത് കൊക്കവടയാണ് കേട്ടോ. കൊക്കവടയൊക്കെ ഉമ്മ മല്ലിൻ്റെ ഇലയും പിന്നെ മുരിങ്ങൻ്റെ ഇലയും വേപ്പിൻ്റെ ഇലയും ഒക്കെ കൊടുന്നിട്ട് അതുണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മോന് തൊട്ടിന്നൊക്കെ നീറ്റിട്ട് കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഓനെ പോയി എടുത്ത് കുറച്ച് നേരം സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു കുറ്റി പുട്ട് ഉമ്മ ചുട്ടിന്ന്, ബാക്കി ചെക്കനായിട്ട് ഉമ്മ പോയപ്പോൾ ബാക്കി ഒരു കുറ്റി ഞാനും ഉണ്ടാക്കി. അങ്ങനെ കൊക്കവടേൻ്റെ പണി ഞാൻ ഏറ്റെടുത്തിട്ടാ. പക്ഷേ കൊക്കവട ഉണ്ടാക്കി വന്നപ്പോഴത്തേന് കൊക്കവടൻ്റെ ഒരു അനിയത്തി ആയി മാറും. കൊക്കവട ആയി മാറിയില്ല, കൊക്കവടൻ്റെ ഒരു അനിയത്തിയാവും ഏകദേശം കേട്ടോ. ഒരു പരുന്നും കൊണ്ടായി സംഭവം ഉണ്ടാക്കി വന്നത്. പക്ഷേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത് വേറൊരു കാര്യം. പിന്നെ അതാ ബാങ്ക് കൊടുക്കാൻ ഇനിയും സമയമുള്ള കാരണം കുറച്ച് നേരം വർത്താനം പറഞ്ഞാണ്ട് വല്യമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാമൻ്റെ മക്കളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ അതാ നോമ്പ് തുറക്കാൻ വേണ്ടിങ്ങാണ്ട് ഒക്കെ ടേബിളിൽ കൊണ്ടുപോയി സെറ്റാക്കി. തരിക്കഞ്ഞിണ്ട്, ജ്യൂസ് ഉണ്ട്, നാരങ്ങ വെള്ളം ഉണ്ട്, തണ്ണിമത്തൻ